മദ്യനയ അഴിമതി മുതൽ ശീഷ് മഹൽ വിവാദം വരെ ബി.ജെ.പി എങ്ങനെ ഓരോ സംസ്ഥാനത്തും അടവുനയം മാറ്റുന്നുവെന്നതിന്റെ ഉത്തമ ഉദാഹരണമാവുകയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ തോൽവി. താൻ കുഴിച്ച കുഴിയിൽ താനേ വീഴുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളും ടീമും. അഴിമതിക്കെതിരായ പോരാട്ടം തുടങ്ങി ഹാട്രിക് വിജയത്തിൽ നിന്ന് കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി ഹാട്രിക് ഭരണത്തിനൊടുവിൽ ആം ആദ്മി ഡൽഹിയിൽ നിലംപരിശായി. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും സത്യേന്ദ്ര ജെയിനുമടക്കം അഴിമതി ആരോപണ വിധേയരായി ജയിലിൽ പോയവരെല്ലാം ഡൽഹിയിൽ തോറ്റമ്പി. മുഖ്യമന്ത്രിയായി ആപ്പിനായി ഒടുവിൽ ഡൽഹി ഭരിച്ച അതിഷി മാത്രമാണ് ഒന്നാം നിര നേതാക്കളിൽ തോൽവി രുചിക്കാത്തത്. അഴിമതിക്കെതിരെ പടപൊരുതിയവരെ അഴിമതി കേസിൽ കുരുക്കി ജനങ്ങൾക്ക് മുന്നിൽ താറടിച്ച ബി.ജെ.പി തന്ത്രം ഡൽഹിയിൽ വിജയം കണ്ടു. മധ്യവർഗ വോട്ടുകൾ പിടിക്കാൻ കേന്ദ്ര ബജറ്റിൽ വോട്ടെടുപ്പ് നടക്കുന്ന 5-ാം തീയതിക്ക് ദിവസങ്ങൾ മുമ്പ് നടത്തിയ ആദായ നികുതി ഇളവും ബി.ജെ.പി ഡൽഹിക്കായി ഉന്നം വെച്ചതായിരുന്നു. മദ്യനയ അഴിമതിയിൽ ജയിലിലായ ആം ആദ്മി നേതാക്കളിൽ പലരും ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസയോഗ്യരല്ലാതായത് ആം ആദ്മി കണക്കിലെടുക്കുക കൂടി ചെയ്തില്ല. ചുലുമായി ഡൽഹി തൂത്തുവൃത്തിയാക്കാനായി ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ 10 കൊല്ലങ്ങൾക്ക് ശേഷം അനഭിമിതനായതിന്റെ കുറ്റം കോൺഗ്രസ് ഒപ്പം നിന്നില്ലെന്നത് മാത്രമാണെന്ന് പറയുന്നതിലപ്പുറം അപഹാസ്യത വേറെയില്ല. കാരണം കോൺഗ്രസിന്റെ 15 കൊല്ലത്തെ ഭരണം അവസാനിപ്പിച്ചാണ് ആപ്പ് കോൺഗ്രസ് വോട്ട് ബാങ്ക് ചോർത്തി വിജയിച്ചത്. ഗുജറാത്തിലും ഹരിയാനയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും എല്ലാം ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സാധ്യതകൾക്ക് മേൽ വിലപേശൽ നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഡൽഹിയിൽ അതേ നാണയത്തിൽ കോൺഗ്രസ് തിരിച്ചടിച്ചു. ഇന്ത്യ മുന്നണി നേതാക്കൾ ആപ്പും കോൺഗ്രസും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ എന്ന് ആവർത്തിച്ച് ശാസിക്കുമ്പോൾ മുന്നണിയിൽ ഇനിയൊരു വാക്പോർക്കാലമാണ് ബാക്കിയാവുന്നത്. കോൺഗ്രസിനെ ഒറ്റയ്ക്കാക്കി പ്രധാന സഖ്യകക്ഷികളെല്ലാം ആപ്പിനെ തുണച്ചിട്ടും ഡൽഹി കൈവിട്ടു പോയത് അരവിന്ദ് കെജ്രിവാളിന്റെയും ആപ്പിന്റെയും കൈമോശം വന്ന ടാക്ടിക്കുകൾ കൊണ്ടാണ്. എല്ലാ കാലവും ഒരേ അടവുമായി ആളുകളെ രാഷ്ട്രീയത്തിൽ നേരിടാമെന്ന ഓവർ കോൺഫിഡൻസ്, 10 കൊല്ലത്തിലധികം ഭരിച്ചിട്ടും ഫ്രീ ബീസ് നൽകുന്നതിനപ്പുറം രാഷ്ട്രീയമായി ഉയരാൻ കഴിയാത്തതിലെ പോരായ്മ, ബി.ജെ.പിക്ക് മേൽ ഹിന്ദുത്വവാദിയായി അവരെ നേരിടാനുള്ള പാകപ്പെടാത്ത ശ്രമങ്ങൾ, ഫ്രീ ബീസ് ആപ്പ് നൽകുന്നതിനപ്പുറം കേന്ദ്രം ഭരിക്കുന്ന ഞങ്ങൾക്ക് നൽകാനാകുമെന്ന് ബി.ജെ.പി ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഡൽഹിയിലെ മധ്യവർഗം ബി.ജെ.പിക്ക് അവസരം നൽകി. കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലടിച്ച് എല്ലാം ഇഴയുന്നുവെന്ന് തോന്നിയ ഒരു വിഭാഗം ബി.ജെ.പിയുടെ ഡബിൾ എഞ്ചിൻ പ്രചാരണങ്ങളിൽ വീണു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സംഖ്യയിൽ നിന്ന് ബി.ജെ.പി ഇക്കുറി 48ലേക്ക് എത്തി. ഷീലാ ദീക്ഷിത് 12 കൊല്ലം മുമ്പ് നിന്നിടത്ത് ഇന്ന് കെജ്രിവാൾ തോറ്റു നിൽക്കുന്നുവെന്നാണ് കോൺഗ്രസിന് വേണ്ടി ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ച ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് പ്രതികരിച്ചത്. പർവേഷ് വർമ്മയ്ക്ക് മുന്നിൽ കെജ്രിവാൾ വീണത് 4089 വോട്ടുകളുടെ മാർജിനിലാണ്. സന്ദീപ് നേടിയതാവട്ടെ 4568 വോട്ടുകളും. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വോട്ടുകൾ കാര്യമായി നേടിയെന്ന് പറയാനാവില്ല. 3-ാം തവണയും ഹാട്രിക് വട്ടപൂജ്യത്തിൽ കറങ്ങുകയാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ കോൺഗ്രസ്. എല്ലാത്തിനും കേന്ദ്രത്തെ കുറ്റം പറയുന്ന ആപ്പ് സർക്കാരിന്റെ രീതി ഒരു തരത്തിൽ ഒരു എക്സ്ക്യൂസായി മാത്രം ഡൽഹി നിവാസികൾ കണ്ടുവെന്നതാണ് ഈ തോൽവിയുടെ പ്രധാന കാരണം. എന്തിനും ഏതിനും കേന്ദ്രം തടസ്സമെന്ന് ആപ്പ് ആവർത്തിച്ചപ്പോൾ ഇനിയും ഈ തടസ്സം ആപ്പ് വന്നാൽ ഉണ്ടാകുമെന്ന് ഡൽഹിക്കാർ കരുതി. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി ആകട്ടെ ഇത് തങ്ങളുടെ അവസരമായി കരുതി ഡബിൾ എഞ്ചിൻ സർക്കാർ ഡൽഹിയിൽ വന്നാൽ എല്ലാം മെച്ചപ്പെടുമെന്ന് അവർക്ക് പ്രതീക്ഷ നൽകി പ്രചാരണം നടത്തി. അപ്പോൾ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ബി.ജെ.പി ഡൽഹി ഭരിച്ചാൽ ആം ആദ്മി പറയുന്ന ഈ തടസ്സം ഡൽഹിയിൽ ഉണ്ടാവില്ലെന്ന് സാമാന്യ ലോജിക് ഡൽഹിയിലെ മധ്യവർഗം സ്വീകരിച്ചു. ബി.ജെ.പി ഇത് തന്നെയാണ് തങ്ങളുടെ അടവായി കരുതിയത്. അതിന് ആപ്പായി തന്നെ പ്രചാരണം നൽകിയെന്നതാണ് താമര ടാക്ടിക്കിന്റെ കൂർമ്മത.